ഇന്നലെ ഇത് കണ്ടു. പറഞ്ഞ് എന്താണ് പൃഥ്വിരാജ് ചെയ്തതെന്ന് അറിയാൻ തന്നെയാണ് പോയി കണ്ടത്. അല്ലാതെ ഈ പുസ്തകം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അന്ന് അസല് പെർഫോമൻസ് ആട്ടോ. രാജു ആണെന്നേ തോന്നിയില്ല ചില സീനുകളിൽ എന്നൊക്കെ നമുക്ക് തന്നെ പറഞ്ഞു. സങ്കടമായി. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവമേ പാവം, അവനവിടെ ചെന്ന് കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാരത് നന്നായിട്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ ഇത് തോന്നിയാലും ഇത് പുറത്ത് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അത് അതെ. തോന്നിയാലും എനിക്കത്ര വലിയ ആനയാന്ന് തോന്നിയില്ല എന്ന് പറയുന്ന ചില കുശാഗ്ര ബുദ്ധികളുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അത് അവൻ്റെ സംസ്കാരം. അത്രേ ഉള്ളൂ. ഇതൊക്കെ പറയണമെങ്കിൽ മനസ്സിനൊരു വലിപ്പം വേണം, തുറന്ന് പറയണമെങ്കിൽ. അതാ ഞാൻ മോഹൻലാലിൻ്റെ കാര്യം ആദ്യം പറയാം. കാരണം മോഹൻലാൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് എല്ലാ തരത്തിലും രാജുവിനെ ഇഷ്ടമാണ്, മിടുക്കൻ, ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടെ തീരും കാര്യം, ഉത്തരം അല്ലേ. പക്ഷേ അപ്പോൾ ഓരോന്നും അനലൈസ് ചെയ്ത് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ, ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതൊക്കെ പറയാൻ ഒരു മോഹൻലാലിന് തോന്നിയ മനസ്സ് എല്ലാ സിനിമാക്കാർക്കും ഉണ്ടാകുന്ന ഈ ജന്മത്തിൽ വിചാരിക്കേണ്ട പറയത്തുമില്ല തോന്നിയാലും. അത് സത്യമാണ്. അത്രയാണ്.